ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ എന്ന ഭാഗമാണ്. സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സെന്റൻസിനെ അതിൻ്റെ നിലവിലുള്ള സ്ട്രക്ചറിൽ നിന്ന്, ഘടനയിൽ നിന്ന് മറ്റൊരു സെന്റൻസിലേക്ക് അർത്ഥങ്ങൾക്ക് മാറ്റം സംഭവിക്കാതെ സെന്റൻസിന്റെ സ്ട്രക്ചർ മാത്രം മാറ്റുന്ന രീതിയെയാണ് സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ നേരത്തെ പറഞ്ഞു ഇംഗ്ലീഷിൽ 3 തരം സെന്റൻസുകൾ ഉണ്ട്: കോംപ്ലക്സ് സെന്റൻസ്, കോമ്പൗണ്ട് സെന്റൻസ്, സിമ്പിൾ സെന്റൻസ്. ഇങ്ങനെ 3 തരം സെന്റൻസുകളിൽ നിന്ന് ഒരു സിമ്പിൾ സെന്റൻസിനെ കോമ്പൗണ്ട് സെന്റൻസ് ആയിട്ടോ അല്ലെങ്കിൽ കോംപ്ലക്സ് സെന്റൻസ് ആയിട്ടോ മാറ്റുന്നു. ഒരു സിമ്പിൾ സെന്റൻസിനെ കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റുന്നതിനെ സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു സിമ്പിൾ സെന്റൻസിനെ കോമ്പൗണ്ട് സെന്റൻസ് ആക്കി മാറ്റുകയാണെങ്കിൽ അതിനെയും സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ കോംപ്ലക്സ് സെന്റൻസിനെ സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റുന്നു, അല്ലെങ്കിൽ കോമ്പൗണ്ട് സെന്റൻസിനെ സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റുന്നു. ഇങ്ങനെ ഏത് രീതിയിൽ മാറ്റുമ്പോഴും, അങ്ങോട്ട് മാറ്റിയാലും ഇങ്ങോട്ട് മാറ്റിയാലും, ഇതിനെയൊക്കെ സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ സെന്റൻസിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്നതിനെയാണ്. അത് തന്നെ വിത്തൗട്ട് ആൾട്ടറിങ് ഇറ്റ്സ് മീനിങ്. അർത്ഥങ്ങൾക്ക് മാറ്റം സംഭവിക്കാതെ സെന്റൻസിന്റെ ഘടനയെ മാറ്റുന്നതിനെയാണ് സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. നമുക്ക് ഏതാനും ഉദാഹരണങ്ങളിലൂടെ ഇവ പറയാൻ പറ്റും. നോക്കൂ, ആദ്യം നമ്മൾ പഠിക്കുന്നത് കൺവേർഷൻ ഓഫ് സിമ്പിൾ സെന്റൻസ് ടു കോമ്പൗണ്ട് സെന്റൻസ്. ഇവിടെ ഒരു സിമ്പിൾ സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, റൈസിംഗ് ഹിസ് ഗ്ലാസ് he proposed a toast. Raising his glass, he proposed a toast. ഈ ഒരു സെന്റൻസ് സിമ്പിൾ സെന്റൻസ് ആണ്. കാരണം സിമ്പിൾ സെന്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു മെയിൻ ക്ലോസ് മാത്രമുള്ള സെന്റൻസുകൾ ആണ് സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഹി പ്രപ്പോസ്ഡ്, സബ്ജക്റ്റ് ഉണ്ട്, അതിന്റെ പ്രെഡിക്കേറ്റ് ആണ് ശേഷമുള്ളത്. അഥവാ ഇതിൽ ഒരു മെയിൻ ക്ലോസ് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് റൈസിംഗ് ഹിസ് ഗ്ലാസ് എന്നത് ഒരു സബോർഡിനേറ്റ് ക്ലോസ് അല്ല, മറിച്ച് അല്ലെങ്കിൽ മെയിൻ ക്ലോസും അല്ല. അതുകൊണ്ട് ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. നമ്മൾ എന്താണ് മെയിൻ ക്ലോസ്, എന്താണ് സബോർഡിനേറ്റ് ക്ലോസ് എന്നൊക്കെ തൊട്ടു മുമ്പത്തെ പാഠത്തിൽ പഠിച്ചതാണ്. അപ്പോ ഇവിടെ നോക്കൂ, റൈസിംഗ് ഹിസ് ഗ്ലാസ് ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ഈ ഒരു ടോസ്റ്റ് നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഈ റൈസിംഗ് ഹിസ് ഗ്ലാസ് എന്നതിനെ നോക്കൂ, തൊട്ടു താഴെ ഹി റൈസ്ഡ് ഹിസ് ഗ്ലാസ്, അതിനെ ഒരു പൂർണ്ണമായൊരു സെന്റൻസ് ആക്കി മാറ്റി. എന്താണ് ആ സെന്റൻസ്? അദ്ദേഹം തൻ്റെ കയ്യിലുള്ള ഗ്ലാസിനെ ഉയർത്തി എന്നൊരു പൂർണ്ണമായൊരു സെന്റൻസ് ആക്കി അതിനെ മാറ്റി. ഇതൊരു കംപ്ലീറ്റ് സെന്റൻസ് അല്ലേ? ഇപ്പോൾ അദ്ദേഹം കയ്യിലുള്ള ഗ്ലാസിനെ ഉയർത്തി, ആൻഡ് എന്നിട്ട് പ്രപ്പോസ്ഡ് എ ടോസ്റ്റ്, ഒരു ടോസ്റ്റ് ഓഫർ ചെയ്തു. ഇവിടെ നോക്കൂ, രണ്ട് മെയിൻ ക്ലൗസുകളായി മാറി. ഏതാണ് ആ രണ്ട് മെയിൻ ക്ലൗസുകൾ? ഹി റൈസ്ഡ് ഹിസ് ഗ്ലാസ് എന്നതൊരു മെയിൻ ക്ലൗസ് ആണ്. കാരണം അതിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉണ്ട്. അതോടുകൂടി അർത്ഥപൂർത്തീകരണം ലഭിക്കുന്നുണ്ട്. എന്നാൽ തൊട്ടുശേഷമുള്ള ഹി പ്രപ്പോസ്ഡ് എ ടോസ്റ്റ്, അതും ഒരു പൂർണ്ണമായ സെന്റൻസ് ആണ്. അവിടെ അർത്ഥം പൂർണ്ണമായും ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ട് മെയിൻ ക്ലൗസുകൾ കൂടിച്ചേർന്നാൽ അതിനെ കോമ്പൗണ്ട് സെന്റൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കോമ്പൗണ്ട് സെന്റൻസ് എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, കോമ്പൗണ്ട് സെന്റൻസ് കണ്ടെയ്ൻസ് 2 or more മെയിൻ ക്ലൗസസ്. 2 അതിലധികമോ മെയിൻ ക്ലൗസുകൾ ചേർന്നിട്ടുള്ള സെന്റൻസുകളെ ആണ് കോമ്പൗണ്ട് സെന്റൻസുകൾ എന്ന് വിളിക്കുന്നത്. എന്താണ് മെയിൻ ക്ലൗസ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അഥവാ അർത്ഥപൂർത്തീകരണം ലഭിക്കുന്ന
സ്വയം നിലനിൽക്കാൻ പറ്റുന്ന സബ്ജക്റ്റും പ്രെഡിക്കേറ്റുമുള്ള സെന്റൻസുകളെയാണ് മെയിൻ ക്ലൗസുകൾ എന്ന് പറയുന്നത്. അതേസമയം സബോർഡിനേറ്റ് ക്ലൗസ് എന്ന് പറയുന്നത് അവിടെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉണ്ടാകും, പക്ഷെ സ്വയം നിലനിൽക്കാൻ സാധിക്കില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ ആദ്യം പറഞ്ഞ സിമ്പിൾ സെന്റൻസിനെ നമ്മൾ തൊട്ടു താഴെ വരുമ്പോൾ എന്തായി മാറി? അത് കോമ്പൗണ്ട് സെന്റൻസ് ആയി മാറി. ഇങ്ങനെ അർത്ഥമാറ്റം സംഭവിക്കാതെ നോക്കൂ, തൊട്ട് മുമ്പ് ആദ്യം പറഞ്ഞ സെന്റൻസിൽ കിട്ടുന്ന അതേ അർത്ഥമാണ് താഴെയും കിട്ടുന്നത്. പക്ഷെ ആ സെന്റൻസിന്റെ സ്ട്രക്ചർ മാറി എന്ന് മാത്രമേ ഉള്ളൂ. ആ രൂപത്തിൽ സെന്റൻസിന്റെ സ്ട്രക്ചർ മാറുന്നു, പക്ഷെ അർത്ഥങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നില്ല. ഈ രൂപത്തിൽ സിമ്പിൾ സെന്റൻസിനെ കോമ്പൗണ്ട് സെന്റൻസ് ആക്കിയോ, കോമ്പൗണ്ട് സെന്റൻസിനെ സിമ്പിൾ സെന്റൻസ് ആക്കിയോ, അല്ലെങ്കിൽ കോംപ്ലക്സ് സെന്റൻസിനെ മാറ്റിയോ, അല്ലെങ്കിൽ തിരിച്ചോ, ഏത് രൂപത്തിലും സെന്റൻസിന്റെ സ്ട്രക്ചർ മാറ്റം വരുത്തിയാൽ അതിനെ സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഉദാഹരണം തന്നാല്, അഥവാ സിമ്പിൾ സെന്റൻസ് തന്നാല് അതിനെ കോമ്പൗണ്ട് സെന്റൻസ് ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള വഴികളിൽ ഒന്ന് എന്താണ്? അവിടെ കൊടുത്തിട്ടുള്ള ഒരു ഫ്രേസ് നോക്കൂ. ഇവിടെ റൈസിങ് ഹിസ് ഗ്ലാസ് എന്ന ഫ്രേസ് ഉണ്ടല്ലോ, ആ ഫ്രേസിനെ ഒരു മെയിൻ ക്ലൗസ് ആക്കി മാറ്റിയാൽ, ഇപ്പൊ തൊട്ടു താഴെ റൈസിങ് ഹിസ് ഗ്ലാസ് എന്ന് പറഞ്ഞ ഒരു ഫ്രേസ് എന്നാൽ എന്ത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അവിടെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് ഒന്നും ഉണ്ടാവില്ല, മറിച്ച് ഒരു സെന്റൻസിന്റെ ഭാഗമായി നിൽക്കുന്ന വേർഡ്സ്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, അത്രേ ഉള്ളൂ, വേർഡ്സുകളുടെ കൂട്ടങ്ങൾ. അപ്പൊ റൈസിങ് ഹിസ് ഗ്ലാസ് എന്നതൊരു ഫ്രേസ് ആണ്. ആ ഫ്രേസിനെ ഒരു ക്ലൗസ് ആക്കി മാറ്റി, അപ്പോൾ ഹി റൈസ്ഡ് ഹിസ് ഗ്ലാസ് എന്നായി. അങ്ങനെ മെയിൻ ക്ലൗസുകൾ രണ്ടെണ്ണം കൂടി ചേർന്നാൽ അത് കോമ്പൗണ്ട് ആയി മാറി. അങ്ങനെ അവിടെയുള്ള ഫ്രേസിനെ ക്ലൗസ് ആക്കി മാറ്റുക എന്നതാണ് ഒരു സിമ്പിൾ സെന്റൻസിനെ കോമ്പൗണ്ട് സെന്റൻസ് ആക്കി മാറ്റാനുള്ള വഴികൾ. അതോടൊപ്പം അവിടെ ഒരു കൺജങ്ഷൻ കൂടി, കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് കൂടി, ആൻഡോ, ബട്ടോ, യെറ്റ്, ഓർ, ഫോർ, നോട്ട് ഓൺലി, ബട്ട് ഓൾസോ തുടങ്ങിയ ഏതെങ്കിലും ഒരു ക്ലൗസിനെ അവിടെ കൂട്ടിച്ചേർത്താൽ മതിയാകും. കൺജങ്ഷൻ അവിടെ ആഡ് ചെയ്താൽ നമുക്ക് ഒരു സിമ്പിൾ സെന്റൻസിനെ കോമ്പൗണ്ട് സെന്റൻസ് ആക്കി മാറ്റാൻ പറ്റും. അഥവാ ഫ്രേസിനെ ക്ലൗസ് ആക്കി മാറ്റുന്നു, അതോടൊപ്പം അവിടെ ഒരു കൺജങ്ഷൻ ആഡ് ചെയ്തു കൊടുക്കുന്നു. ഈ രണ്ട് മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമുക്കൊരു സിമ്പിൾ സെന്റൻസിനെ കോമ്പൗണ്ട് സെന്റൻസ് ആക്കി മാറ്റാം. വളരെ എളുപ്പമാണ്, നന്നായി മനസ്സിലാക്കുക. ഭാഗം മനസ്സിലായിട്ടില്ലെങ്കിൽ നിർബന്ധമായും സംശയം ചോദിച്ചത് ക്ലിയർ ചെയ്യുകയും വേണം. ഒരു ഉദാഹരണം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കൂ. ബീങ് സിക്ക്, മൈ മാം ഡിസൈഡഡ് ടു ടേക്ക് ദ ഡേ ഓഫ്. രോഗം കാരണം എൻ്റെ മദർ ഇന്നത്തെ ദിവസം ലീവാക്കാൻ തീരുമാനിച്ചു എന്നാണ് ആ സെന്റൻസ്. ബീങ് സിക്ക് എന്നതൊരു ഫ്രേസ് ആണ്. രോഗം കാരണം, രോഗിയായതിനാൽ എന്ന ആ ഒരു സെന്റൻസിനെ നോക്കൂ. മൈ മം വാസ് സിക്ക്, എൻ്റെ അമ്മ രോഗിയായിരുന്നു. അതിനാൽ ഷീ ഡിസൈഡഡ് ടു ടേക്ക് ദ ഡേ ഓഫ്. അമ്മ അന്നത്തെ ദിവസം ലീവ് എടുക്കാൻ തീരുമാനിച്ചു. ഇവിടെ രണ്ട് സെന്റൻസുകളാണ് താഴെ പറഞ്ഞ ഭാഗത്തുള്ളത്. എന്തൊക്കെയാണ് രണ്ട് സെന്റൻസ്? മൈ മം വാസ് സിക്ക്, ഇതൊരു മെയിൻ ക്ലൗസ് ആണ്. ഇവിടെ മെയിൻ ക്ലൗസ് ആണ്. തൊട്ടു ശേഷം പറഞ്ഞത് ഒരു മെയിൻ ക്ലൗസ് ആണ്. കാരണം മൈ മം വാസ് സിക്ക് എന്ന ഒരു സെന്റൻസിനെ നമുക്ക് സ്വതന്ത്രമാക്കി നിർത്താൻ പറ്റും, വേറെ തന്നെ അത് പറയാൻ പറ്റും. ആ രൂപത്തിലുള്ളൊരു മെയിൻ ക്ലൗസ്. അങ്ങനെ രണ്ട് മെയിൻ ക്ലൗസുകൾ ചേരുമ്പോൾ അത് കോമ്പൗണ്ട് സെന്റൻസ് ആയി മാറുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം. നോക്കൂ, അടുത്ത ഭാഗത്ത് കൺവേർഷൻ ഓഫ് കോമ്പൗണ്ട് സെന്റൻസസ് ടു സിമ്പിൾ സെന്റൻസസ്. ഇതേ സിമ്പിൾ സെന്റൻസിലേക്ക് കോമ്പൗണ്ട് സെന്റൻസിനെ മാറ്റുന്നു. തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞത് സിമ്പിൾ സെന്റൻസിനെ കോമ്പൗണ്ട് ആക്കി മാറ്റുന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് കോമ്പൗണ്ട് സെന്റൻസിനെ നേരെ തിരിച്ച് സിമ്പിൾ സെന്റൻസ് ആക്കുന്നതിനെ കുറിച്ചാണ് ഈ ഭാഗത്ത് നമ്മൾ പറയുന്നത്. നോക്കൂ, ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഹി വാസ് സിക്ക് ആൻഡ് ഹി വെന്റ് ടു ഹോസ്പിറ്റൽ. അദ്ദേഹം രോഗിയായിരുന്നു, അതിനാൽ അദ്ദേഹം എന്ത് ചെയ്തു? ഹോസ്പിറ്റലിലേക്ക് പോയി. തന്റെ രോഗത്തിന്റെ ചികിത്സക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി എന്നതാണ് ആ സെന്റൻസ് അറിയിക്കുന്നത്. ഹി വാസ് സിക്ക് ആൻഡ് ഹി വെന്റ് ടു ഹോസ്പിറ്റൽ. എന്നാൽ ഇവിടെ അതേ
ആ സെന്റൻസിന് അർത്ഥമാറ്റം സംഭവിക്കാതെ ഇവിടെ മാറ്റം കൊണ്ടുവന്നത് നോക്കൂ. ഓയിങ് ടു ഹിസ് സിക്നസ് ഹി വെന്റ് ടു ഹോസ്പിറ്റൽ. രോഗിയായ കാരണത്താൽ അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോയി. ഇവിടെ രോഗിയായ കാരണത്താൽ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം മെയിൻ ക്ലോസ് അല്ല. കാരണം അത്ര പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് ആ സെന്റൻസ് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഭാഗം ഒരു ഫ്രേസാണ് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഇല്ലാത്ത ഒരു സെന്റൻസിന്റെ ഭാഗമായി നിൽക്കാൻ മാത്രം പ്രാപ്തിയുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ഫ്രേസ് മാത്രമാണ് രണ്ടാമത്തെ അഥവാ താഴെ കൊടുത്തിട്ടുള്ള ഈ ഒരു സെന്റൻസിൽ ഈ ഒരു ഭാഗമായിട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു ഫ്രേസാണ്. തൊട്ടു ശേഷം പറഞ്ഞ ഹി വെന്റ് ടു ഹോസ്പിറ്റൽ എന്നതൊരു പൂർണ്ണമായ സെന്റൻസ് ആണ്. അങ്ങനെ ഒരു മെയിൻ ക്ലോസ് മാത്രമുള്ളതിനാൽ ഇതൊരു സിമ്പിൾ സെന്റൻസിന്റെ ഉദാഹരണമാണ് എന്ന് നമുക്ക് പറയാം. ഇനി നോക്കൂ, ഒരു കോമ്പൗണ്ട് സെന്റൻസിനെ സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റാനുള്ള വഴികൾ എന്താണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതിന് സ്വീകരിക്കാൻ പറ്റുന്ന മാർഗങ്ങളിൽ ഒന്നാണ് പാർട്ടിസിപ്പിയൽ കൺസ്ട്രക്ഷൻസുകൾ ഉപയോഗിക്കാമെന്നതാണ് ഒന്നാമത്തെ വഴി. അഥവാ ഈ ഉദാഹരണം കണ്ടാൽ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും. They walked through the jungle. അവർ കാട്ടിലൂടെ നടന്നു. അപ്പോൾ and they saw a lion. ആ സമയത്ത് അവർ ഒരു സിംഹത്തെ കണ്ടു എന്നതാണ് ആ സെന്റൻസിന്റെ അർത്ഥം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ they walked through the jungle എന്നതൊരു പൂർണ്ണമായ അർത്ഥം ലഭിക്കുന്ന ഒരു സെന്റൻസ് ആണ്, അല്ലെ? ഒരു പൂർണ്ണാർത്ഥം ലഭിക്കുന്ന ഒരു സെന്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു മെയിൻ ക്ലോസ് ആണ്. രണ്ടാമത് പറഞ്ഞിട്ടുള്ള they saw a lion എന്നതും സ്വതന്ത്രമായി നിൽക്കാൻ പറ്റുന്ന, മറ്റു സെന്റൻസ് ഒഴിവാക്കിയാലും they saw a lion എന്നതിന് അർത്ഥമുണ്ട്. പൂർണ്ണമായും നിൽക്കാൻ പറ്റുന്ന ഒരു സെന്റൻസിന്റെ കംപ്ലീറ്റ് ഭാഗമാണത്. ഇങ്ങനെ രണ്ട് മെയിൻ ക്ലോസുകൾ ചേർന്നപ്പോൾ ഇതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ഈ ഒരു സെന്റൻസിനെ നമ്മൾ സിമ്പിൾ സെന്റൻസ് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത പണി നോക്കൂ. എന്താണ് ചെയ്തത്? they walked through the jungle എന്നതിനെ വാക്കിംഗ് ത്രൂ ദ ജംഗിൾ എന്നാക്കി മാറ്റി. എന്താണ് അതിന്റെ അർത്ഥം? കാട്ടിലൂടെ നടക്കുമ്പോൾ വാക്കിംഗ് ത്രൂ ദ ജംഗിൾ. ശരിക്കും വാക്കിംഗ് ത്രൂ ദ ജംഗിൾ എന്നത് ഒരു മെയിൻ ക്ലോസ് അല്ല. അതിൽ സബ്ജക്റ്റ് ഇല്ല, ആരാണ് നടന്നത് എന്നില്ല. അതേസമയം തൊട്ടു ശേഷമുള്ള മെയിൻ ക്ലോസ് കണ്ടാൽ തന്നെ ആരാണ് നടന്നത് എന്ന് ബോധ്യപ്പെടും. ഇങ്ങനെ ഒരു മെയിൻ ക്ലോസ് ആയിട്ടുള്ള ദ വാക്ക്ഡ് ത്രൂ ദ ജംഗിൾ എന്ന ഭാഗത്തെ വാക്കിംഗ് ത്രൂ ദ ജംഗിൾ എന്ന ഫ്രേസിലേക്ക് മാറ്റം വരുത്തിയപ്പോൾ ഈ സെന്റൻസ് സിമ്പിൾ സെന്റൻസ് ആയി മാറി. കാരണം താഴെ പറഞ്ഞ സെന്റൻസിൽ ഇപ്പോൾ ഒറ്റ മെയിൻ ക്ലോസ് മാത്രമേ ഉള്ളൂ. തൊട്ടു മുകളിലോ രണ്ട് മെയിൻ ക്ലോസുകൾ ഉണ്ട്. അങ്ങനെ രണ്ട് മെയിൻ ക്ലോസുകൾ ചേരുമ്പോൾ അത് കോമ്പൗണ്ട് സെന്റൻസ് ആയിരുന്നു. ഒറ്റ മെയിൻ ക്ലോസ് മാത്രമേ ഉള്ളൂ താഴെ പറഞ്ഞ ഉദാഹരണത്തിൽ. അപ്പോൾ അത് സിമ്പിൾ സെന്റൻസ് ആയി മാറുകയാണ്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കൂ. ഹി ഫൈൽഡ് അഗൈൻ. അവൻ വീണ്ടും ഫൈലായി. അതുകൊണ്ട് ഹി ഡിസൈഡഡ് ടു ക്വിറ്റ്. അദ്ദേഹം അവിടെ നിന്ന് വിരമിക്കാൻ തീരുമാനിച്ചു. അതിനെ തന്നെ ആദ്യം പറഞ്ഞ ഈ ഒരു മെയിൻ ക്ലോസിനെ നമ്മൾ ഫ്രേസ് ആക്കി മാറ്റുന്നത് നോക്കൂ. ഹാവിംഗ് ഫൈൽഡ് അഗൈൻ ഹി ഡിസൈഡഡ് ടു ക്വിറ്റ്. ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ മെയിൻ ക്ലോസിനെ ഫ്രേസ് ആക്കി മാറ്റി. അങ്ങനെ എന്ത് ചെയ്യാം? ഒരു കോമ്പൗണ്ട് സെന്റൻസിനെ സിമ്പിൾ സെന്റൻസ് ആക്കാൻ വേണ്ടി അവിടെ ING ചേർത്തുകൊണ്ട് വേർബിന്റെ കൂടെ നോക്കൂ, വാക്ക് എന്നതിന്റെ കൂടെ ING ചേർത്ത് വാക്കിംഗ് എന്നാക്കി മാറ്റി. എന്നിട്ട് അതിനെ ഒരു പാർട്ടിസിപ്പിൾ ആക്കി മാറ്റിയിട്ടാണ് ING ചേർത്ത്, വേർബിന്റെ കൂടെ ING ചേർത്ത് ഒരു പാർട്ടിസിപ്പിൾ ആക്കി ചേർത്തിട്ടാണ് അതിനെ ഫ്രേസ് ആക്കിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കോമ്പൗണ്ടിനെ കോമ്പൗണ്ട് സെന്റൻസിനെ സിമ്പിൾ സെന്റൻസിലേക്ക് മാറ്റാൻ വേണ്ടി ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നതിന്റെ ഒരു ഉദാഹരണം നോക്കൂ. ഷീ ഈസ് ബിസി. അവൾ നല്ല തിരക്കുള്ളവളാണ്. അതുകൊണ്ട് ഷീ കാൺട്ട് ടോക്ക് നൗ. അവൾക്ക് ഇപ്പോൾ സംസാരിക്കാനാവില്ല. ഇത് രണ്ട് സെന്റൻസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഷീ ഈസ് ബിസി, രണ്ടാമത്തത് അവൾക്ക് സംസാരിക്കാനാവില്ല എന്ന രണ്ടാമത്തെ ഭാഗം. അതിനെ നോക്കൂ മാറ്റിയത്. ഷീ ഈസ് ടു ബിസി ടു ടോക്ക് നൗ.
ഇപ്പോൾ സംസാരിക്കാൻ പറ്റാത്തത്ര ബിസിയാണ് അവൾ എന്ന ഒറ്റ സെന്റൻസ് ആക്കി മാറ്റി. അതിന് ഉപയോഗിച്ചത് ഇവിടെ ഒരു ഇൻഫിനിറ്റീവ് ടു എന്ന ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചുകൊണ്ടാണ് മാറ്റിയത്. നമ്മൾ എന്താണ് പാർട്ടിസിപ്പിൾ, എന്താണ് ഇൻഫിനിറ്റീവ്, എന്താണ് ജെറണ്ട് എന്നൊക്കെ നേരത്തെ ഒരു ക്ലാസ്സിൽ വിശദമായി പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് അതിനെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്തത് നമ്മൾ ജെറണ്ട് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു കോമ്പൗണ്ട് സെന്റൻസിനെ കോംപ്ലക്സ് സെന്റൻസ് ആക്കി സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റാം എന്നാണ് പറയുന്നത്. ഹി ടോൾഡ് ദ ട്രൂത്ത് ഒരു മെയിൻ ക്ലോസ് ആണ്. അതോടൊപ്പം ഹി വാസ് റിലീസ്ഡ് ഫ്രം ജയിൽ മറ്റൊരു മെയിൻ ക്ലോസ് ആണ്. ഇങ്ങനെ രണ്ട് മെയിൻ ക്ലോസുകൾ ചേർന്നപ്പോൾ അതെന്തായി മാറി? രണ്ട് മെയിൻ ക്ലോസുകൾ ചേരുമ്പോൾ അതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആയി മാറി. ആ കോമ്പൗണ്ട് സെന്റൻസിനെ സിമ്പിൾ സെന്റൻസ് ആക്കാൻ വേണ്ടി നമ്മൾ ജെറണ്ട് ഉപയോഗിക്കുന്നു. എന്താണത്? ടെല്ലിംഗ് ദ ട്രൂത്ത്, സത്യം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സത്യം പറഞ്ഞതിനാൽ ഹി വാസ് റിലീസ്ഡ് ഫ്രം ജയിൽ എന്ന രൂപത്തിൽ അതിനെ സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റി. ഇനി യൂസിങ് എ പ്രിപ്പോസിഷൻ വിത്ത് എ നൗണോടുകൂടെ ഒരു പ്രിപ്പോസിഷൻ ഉപയോഗിച്ചുകൊണ്ട്, ഇവിടെ നോക്കൂ, തൊട്ടു മുമ്പത്തെ ഉദാഹരണത്തിൽ ടെല്ലിംഗ് എന്ന ജെറണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ നമ്മൾ മെയിൻ ക്ലോസിനെ ഫ്രേസ് ആക്കി മാറ്റിയത്. മെയിൻ ക്ലോസ് ഫ്രേസ് ആക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായും രണ്ട് മെയിൻ ക്ലോസ് ഉള്ളത് ഒരു മെയിൻ ക്ലോസ് ആയി ചുരുങ്ങും. ഒരു മെയിൻ ക്ലോസ് മാത്രമാകുമ്പോൾ അത് സിമ്പിൾ സെന്റൻസ് ആയി മാറുന്നു എന്നതാണ് അവിടെയുള്ള ട്രിക്ക്. ഇനി നോക്കാം അടുത്ത ഉദാഹരണം. ഹി വാസ് ഫോർച്ചുനേറ്റ് or he wouldn't have reached there on time. Fortunately, he reached there on time. ഈ ഉദാഹരണത്തിൽ പറയുന്നത് നോക്കൂ, അദ്ദേഹം ഭാഗ്യമുള്ള ആളായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സമയത്തെത്താൻ സാധിക്കുമായിരുന്നില്ല എന്നതാണ്. ഇവിടെ രണ്ടു മെയിൻ ക്ലോസുകളാണുള്ളത്. അതുകൊണ്ട് ആദ്യം പറഞ്ഞത് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അതേ സെന്റൻസിനെ അതേ അർത്ഥം ലഭിക്കുന്ന ഒരു സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റിയത് നോക്കൂ. Fortunately, he reached there on time. അദ്ദേഹം ഭാഗ്യവശാൽ അദ്ദേഹം സമയത്ത് തന്നെ എത്തി. ഫോർച്ചുനേറ്റ്ലി എന്ന ഫ്രേസ് ചേർത്തുകൊണ്ട് ഈ ആദ്യം പറഞ്ഞ ഹി വാസ് ഫോർച്ചുനേറ്റ് എന്ന മെയിൻ ക്ലോസിനെ പൊളിച്ച് ഒരു ഫ്രേസ് ആക്കി മാറ്റി. അപ്പൊ നേരത്തെ രണ്ട് മെയിൻ ക്ലോസ് ഉണ്ടായിരുന്നത് ഒരു മെയിൻ ക്ലോസ് മാത്രമുള്ള, അഥവാ ഹി റീച്ച് ദെയർ ഓൺ ടൈം എന്ന മെയിൻ ക്ലോസ് മാത്രമുള്ള സെന്റൻസ് ആയി മാറിയപ്പോൾ അത് സിമ്പിൾ സെന്റൻസ് ആയി. ഇത് യഥാർത്ഥത്തിൽ അഡ്വേർബ് അല്ലെങ്കിൽ അഡ്വേർബിയൽ ഫ്രേസ് ഉപയോഗിച്ചുകൊണ്ട് കോമ്പൗണ്ടിനെ സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റിയതിന്റെ ഉദാഹരണമാണ് നേരത്തെ നമ്മൾ പ്രിപ്പോസിഷൻ വിത്ത് എ നൗൺ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ തൊട്ട് താഴേക്ക് മാറിപ്പോയതാണ്. നോക്കൂ, പ്രിപ്പോസിഷൻ വിത്ത് എ നൗൺ. യദു ഈസ് എ സിംഗർ ആസ് വെൽ ആസ് എ ഡാൻസർ. രണ്ട് സെന്റൻസ് ആണ് ഇവിടെ ഉള്ളത്. യദു ഈസ് എ സിംഗർ ആസ് വെൽ ആസ് എ ഡാൻസർ. അതിനെ നോക്കൂ, ബിസൈഡ് ബീയിങ് എ സിംഗർ, ഒരു പാട്ടുകാരനാണ് എന്നതിനോടൊപ്പം അല്ലെങ്കിൽ അതിനു പുറമെ യദു ഈസ് എ ഡാൻസർ, യദു ഒരു ഡാൻസർ ആണ്. ഇവിടെ ബിസൈഡ്സ് ബീയിങ് എ സിംഗർ എന്നത് ഇവിടെ ഒരു പ്രിപ്പോസിഷൻ ആണ്. ബിസൈഡ് എന്നത് ഒരു പ്രിപ്പോസിഷൻ ആണ്. ഈ പ്രിപ്പോസിഷൻ ചേർത്തുകൊണ്ട് ഒരു ഫ്രേസ് ഉണ്ടാക്കി, എന്നിട്ട് ആദ്യം പറഞ്ഞ യദു ഈസ് എ സിംഗർ എന്ന മെയിൻ ക്ലോസിനെ ഒരു ഫ്രേസ് ആക്കി മാറ്റിയിട്ട് രണ്ട് മെയിൻ ക്ലോസ് ഉള്ളതിനെ ഒരു മെയിൻ ക്ലോസ് മാത്രമാക്കിയപ്പോൾ അത് സിമ്പിൾ സെന്റൻസ് ആയി മാറി എന്നതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ പറയുന്നത് കൺവേർഷൻ ഓഫ് സിമ്പിൾ സെന്റൻസ് ടു കോംപ്ലക്സ് സെന്റൻസ്. നമ്മൾ തൊട്ട് മുമ്പ് കോമ്പൗണ്ട് സെന്റൻസ് അഥവാ രണ്ട് മെയിൻ ക്ലോസുകൾ ഉള്ളതിന്റെ ഉദാഹരണമായിട്ടാണ് പറഞ്ഞത്. ഇനി സിമ്പിൾ സെന്റൻസിനെ കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റുന്ന രൂപങ്ങളെ കുറിച്ചാണ്, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള സെന്റൻസ് ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. സിമ്പിൾ സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ്, ഇവ തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. സിമ്പിൾ സെന്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ ഒരു മെയിൻ ക്ലോസ് മാത്രമുള്ള സെന്റൻസുകളാണ് സിമ്പിൾ സെന്റൻസ്. കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ക്ലോസും അതിന് പുറമെ ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസുമുള്ള സെന്റൻസുകളെയാണ് കോംപ്ലക്സ് സെന്റൻസ് എന്ന് വിളിക്കുന്നത്. സബോർഡിനേറ്റ് സെന്റൻസ് എന്നാൽ സ്വയം നിലനിൽക്കാൻ പറ്റാത്ത സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഒക്കെ ഉള്ള സെന്റൻസുകളെയാണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും അതോടൊപ്പം ഒരു മെയിൻ ക്ലോസും കൂടി ചേർന്നാൽ അതിനെ കോംപ്ലക്സ് സെന്റൻസ് എന്ന്
വിളിക്കാം. ഇനി അതിന്റെ ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഒരു സിമ്പിൾ സെന്റൻസിനെ കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റാൻ ചിലപ്പോൾ നമ്മൾ നൗൺ ക്ലൗസുകൾ ഉപയോഗിക്കും. അതിന്റെ ഉദാഹരണം നോക്കൂ. ഹി അഡ്മിറ്റഡ് ഹിസ് ഇഗ്നോറൻസ്. അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞു തന്റെ ഇഗ്നോറൻസിനെ കുറിച്ച്. താൻ ആ വിഷയം വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്ന് അദ്ദേഹം സമ്മതിച്ചു എന്നാണ് ഈ ഒരു സെന്റൻസ്. ഹി അഡ്മിറ്റഡ് ഹിസ് ഇഗ്നോറൻസ്. ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. ഒരു സബ്ജക്റ്റും ഒരു വേർബും അല്ലെങ്കിൽ പ്രെഡിക്കേറ്റുള്ള ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. അതിനെ ഒരു കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റിയത് നോക്കൂ. ഹി അഡ്മിറ്റഡ്, ഇതൊരു മെയിൻ ക്ലോസ് ആണ്. അതോടൊപ്പം ദാറ്റ് ഹി വാസ് ഇഗ്നോറന്റ്, താൻ ആ വിഷയത്തിൽ വേണ്ടത്ര ശ്രദ്ധിച്ചിരുന്നില്ല എന്ന, ഇഗ്നോറന്റ് ആയിരുന്നു എന്ന കാര്യം, അവൻ എന്ന കാര്യം എന്ന ഒരു സബോർഡിനേറ്റ് ക്ലോസ് ഇവിടെ ആഡ് ചെയ്തു കൊടുത്തു. അപ്പോൾ ഹി അഡ്മിറ്റഡ് എന്ന മെയിൻ ക്ലോസും തൊട്ടു ഉടനെ ദാറ്റ് ഹി വാസ് ഇഗ്നോറന്റ് എന്ന സബോർഡിനേറ്റ് ക്ലോസും. അപ്പോൾ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ചേർന്നാൽ അത് കോംപ്ലക്സ് സെന്റൻസ് ആകുമെന്ന് നമ്മൾ പറഞ്ഞതാണ്. ആ രൂപത്തിൽ സിമ്പിൾ സെന്റൻസിനെ കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റി. അർത്ഥം മാറുന്നില്ല. നോക്കൂ മറ്റൊരു ഉദാഹരണം. ദ കിങ് ഓർഡേർഡ് ടു ഹാങ് ദ ട്രൈറ്റർ. കിങ് ട്രൈറ്ററെ തൂക്കിക്കൊല്ലാൻ ഓർഡർ ചെയ്തു. അതേ സെന്റൻസ്, ഇത് സിമ്പിൾ സെന്റൻസ് ആണ്. അതിനെ മാറ്റിയത് നോക്കൂ. ദ കിങ് ഓർഡേർഡ്, ഒരു മെയിൻ ക്ലോസ് ഇവിടെ കഴിഞ്ഞു. എന്നിട്ട് ദാറ്റ്, എന്താണ് ഓർഡർ ചെയ്തത്? ദ ട്രൈറ്റർ ഷുഡ് ബി ഹാങ്ഡ്. ട്രൈറ്ററെ തൂക്കിക്കൊല്ലണം എന്ന് ആ ദാറ്റ് ചേർത്തുകൊണ്ട് ആ ഒരു ഭാഗം പറഞ്ഞപ്പോൾ രണ്ടാമത്തെ ഈ ഒരു ഭാഗം സബോർഡിനേറ്റ് ക്ലോസ് ആയി മാറി. അങ്ങനെ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും കൂടി ചേരുമ്പോൾ, ആദ്യത്തേത് മെയിൻ ക്ലോസ് ആണ്, ശേഷം പറഞ്ഞത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും കൂടി ചേർന്നപ്പോൾ അത് കോംപ്ലക്സ് സെന്റൻസ് ആയി മാറി. അപ്പോൾ ആദ്യം പറഞ്ഞ സിമ്പിൾ സെന്റൻസിനെ അർത്ഥമാറ്റം വരുത്താതെ കോംപ്ലക്സ് സെന്റൻസ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഒരു ഭാഗം അവിടെ ദാറ്റ് എന്നിവിടെ കൂട്ടിച്ചേർത്തു. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. അഡ്ജക്റ്റീവ് ക്ലോസ് ഉപയോഗിച്ചുകൊണ്ട് സിമ്പിൾ സെന്റൻസിനെ കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റുന്നത് നോക്കൂ. ഷാജഹാൻ ബിൽറ്റ് ദിസ് മോണ്യുമെന്റ്. ഈ ഒരു മോണ്യുമെന്റ് നിർമ്മിച്ചത് ആരാണ്? ഷാജഹാനാണ്. ആ ഒരു സെന്റൻസ് സിമ്പിൾ സെന്റൻസ് ആണ്. ആ ഒരു സിമ്പിൾ സെന്റൻസിനെ കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റിയത് നോക്കൂ. ദിസ് ഈസ് ദ മോണ്യുമെന്റ്. ഇതൊരു സ്മാരകമാണ് എന്ന് പറഞ്ഞ് അതൊരു മെയിൻ ക്ലോസ് അവിടെ പൂർത്തിയായി. എന്നിട്ട് പറയുന്നത് എങ്ങനെയുള്ള സ്മാരകം? വിച്ച് വാസ് ബിൽറ്റ് ബൈ ഷാജഹാൻ. ഷാജഹാനാൽ നിർമ്മിക്കപ്പെട്ടതായ. ഇതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. സ്വയം നിലനിൽക്കാൻ പറ്റാത്ത ഒരു സെന്റൻസിന്റെ ഭാഗമാണ്, സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞൊരു സിമ്പിൾ സെന്റൻസിനെ നമുക്ക് കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റാൻ പറ്റും. അഥവാ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉള്ള രണ്ടു ഭാഗമാക്കി പൊളിച്ചെഴുതാൻ പറ്റും എന്നതാണ് ഇവിടെ പറഞ്ഞത്. അഡ്ജക്റ്റീവ് ക്ലോസ് ഉപയോഗിച്ചുകൊണ്ട്, അഡ്ജക്റ്റീവ് ക്ലോസ് വിച്ച് വാസ് ബിൽറ്റ് ബൈ ഷാജഹാൻ എന്നൊരു അഡ്ജക്റ്റീവായി നിൽക്കുന്ന വിശേഷണം പറയും. മോണ്യുമെന്റ് എന്നതിന്റെ അഡ്ജക്റ്റീവായിട്ടാണ് ഈ ഒരു ക്ലോസ് നിൽക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. മറ്റൊരു ഉദാഹരണം നോക്കൂ. വി മെറ്റ് ആൻ ഇല്ലിറ്ററേറ്റ് മാൻ. നമ്മൾ ഒരു ഇല്ലിറ്ററേറ്റ് മനുഷ്യനെ നമ്മൾ കണ്ടു എന്ന് പറയുന്നു. അതിനെ തന്നെ പൊളിച്ചെഴുതിയത് നോക്കൂ. വി മെറ്റ് എ മാൻ. നമ്മൾ ഒരാളെ കണ്ടു. എങ്ങനെയുള്ള ആളാണ് അദ്ദേഹം? ഹു വാസ് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ളതായ ഒരു മനുഷ്യനെ. ഇപ്പോൾ രണ്ടാമത്തെ ഭാഗം സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ആദ്യം ഒറ്റ സെന്റൻസ് ഉണ്ടായതിനെ രണ്ടു ഭാഗമാക്കി, ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ആക്കി മാറ്റി അതിനെ കോംപ്ലക്സ് ആക്കി മാറ്റി എന്നാണ് പറഞ്ഞത്. ഇനി കോംപ്ലക്സ് ആക്കി മാറ്റാൻ നമ്മൾ യൂസിങ് ആൻ അഡ്വേർബ് ക്ലോസ് ഉപയോഗിക്കുന്നതിന്റെ ഉദാഹരണം നോക്കൂ. ജോയിൻ ആൻ ഏവിയേഷൻ കോഴ്സ് ടു ബിക്കം എ പൈലറ്റ്. പൈലറ്റ് ആകാൻ വേണ്ടി ഏവിയേഷൻ കോഴ്സ് ജോയിൻ ചെയ്യൂ എന്നതാണ് സിമ്പിൾ സെന്റൻസ്. അതിനെ കോംപ്ലക്സ് സെന്റൻസ് ആക്കാൻ വേണ്ടി നമ്മൾ ആ സെന്റൻസിനെ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ആക്കി മാറ്റണം. നോക്കൂ, അങ്ങനെ ആക്കിയത് നോക്കൂ. ഇഫ് യു വാണ്ട് ടു ബിക്കം എ പൈലറ്റ്, ഒരു പൈലറ്റ് ആകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ആൻ ഏവിയേഷൻ കോഴ്സ്. നിങ്ങൾ പൈലറ്റ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അതിനുശേഷം ഒരു മെയിൻ ക്ലോസ് പറഞ്ഞു, ജോയിൻ ആൻ ഏവിയേഷൻ കോഴ്സ്.
അങ്ങനെ ഒരു മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും കൂടി ചേരുമ്പോൾ അത് കോംപ്ലക്സ് സെന്റൻസ് ആയി മാറി എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നൗൺ ക്ലോസ് ആയാലും അഡ്ജക്റ്റീവ് ക്ലോസ് ആയാലും അഡ്വേർബ് ക്ലോസ് ആയാലും ഈ മൂന്ന് ക്ലോസുകളും നൗൺ ക്ലോസും അഡ്ജക്റ്റീവ് ക്ലോസും അഡ്വേർബ് ക്ലോസും മൂന്നും സബോർഡിനേറ്റ് ക്ലോസിന്റെ ഉദാഹരണങ്ങളാണ്. അഥവാ മൂന്നും സബോർഡിനേറ്റ് ക്ലോസിന്റെ 3 ടൈപ്പുകളാണ്, 3 തരങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ മെയിൻ നൗൺ ക്ലോസ് ആക്കിയപ്പോൾ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ക്ലോസ് ആക്കിയപ്പോൾ അല്ലെങ്കിൽ അഡ്വേർബ് ക്ലോസ് ആയപ്പോൾ സിമ്പിൾ സെന്റൻസ് കോംപ്ലക്സ് സെന്റൻസ് ആയി മാറിയത് എന്നതുകൂടി മനസ്സിലാക്കുക. ഇനി നൗൺ ക്ലോസ് ഉദാഹരണം എന്താണ് നൗൺ ക്ലോസ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. നൗൺ ക്ലോസ് എന്ന് പറഞ്ഞാൽ the main clause which acts like a noun. ഒരു നൗണ് പോലെ പ്രവർത്തിക്കാൻ ശേഷിയുള്ള ക്ലോസ്. അഥവാ ഒരു നൗണ് എന്തൊക്കെയായി വരും? സാധാരണ നൗണ് സബ്ജക്റ്റ് ആയി വരും, നൗണ് ഒബ്ജക്റ്റ് ആയി വരും. അങ്ങനെ നൗണ് എന്തൊക്കെ റോളിൽ വരാറുണ്ട്, ആ റോളിലൊക്കെ വരാൻ പറ്റുന്ന ക്ലൗസുകളെ, ആ റോളിൽ വരാൻ പറ്റുന്ന മെയിൻ ക്ലൗസുകളെ നൗൺ ക്ലൗസ് എന്ന് പറയും. നോക്കൂ, വാട്ട് ഷീ സെഡ് വാസ് നോട്ട് ദ ട്രൂത്ത്. ഇവിടെ വാട്ട് ഷീ സെഡ് എന്നതൊരു ക്ലൗസ് ആണ്. ഈ ക്ലൗസ് സബ്ജക്റ്റ് ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ക്ലൗസ് സബ്ജക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ സബ്ജക്റ്റ് ആകേണ്ടത് ഒരു നൗൺ ആണ്. അപ്പൊ നൗണ് വരേണ്ടിടത്ത് ഈ ക്ലൗസ് വന്നു, അതുകൊണ്ട് ഇത് നൗൺ ക്ലൗസ് ആണ്. നോക്കൂ, അഡ്ജക്റ്റീവ് ക്ലൗസ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ക്ലൗസ് ക്വാളിഫൈസ് എ നൗൺ. ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന ഭാഗത്തെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന പദത്തെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതേസമയം ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഒരു ക്ലൗസ് വന്നാൽ ആ ക്ലൗസിനെ അഡ്ജക്റ്റീവ് ക്ലൗസ് എന്ന് പറയും. നോക്കൂ, ദിസ് ഈസ് ദ കാർ വിച്ച് ഐ വിഷ് ടു ബൈ. ദിസ് ഈസ് ദ കാർ, ഇതാണ് കാറ്. ഏത് കാറ്? ഞാൻ വാങ്ങാൻ ആഗ്രഹിച്ചതായ, ഞാൻ വാങ്ങാൻ ആഗ്രഹിച്ച കാർ എന്ന് പറഞ്ഞ ഈ കാറിന്റെ ഒരു വിശേഷണമാണ് പറഞ്ഞത് വിച്ച് ഐ വിഷ് ടു ബൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം അഡ്ജക്റ്റീവ് ആയി വന്നിട്ടുള്ള ഒരു ക്ലൗസ് ആണ്. ഇത് ക്ലൗസ് ആണ് ഓൾറെഡി. അഡ്ജക്റ്റീവ് ക്ലൗസ് എന്ന് പറയാൻ കാർ എന്ന നൗണിനെ വിശേഷിപ്പിക്കാൻ വന്ന ഭാഗമായതിനാൽ അഡ്ജക്റ്റീവ് ക്ലൗസ് എന്ന് വിളിക്കുന്നു. അപ്പൊ അഡ്ജക്റ്റീവ് ക്ലൗസ് സബോർഡിനേറ്റ് ക്ലൗസിന്റെ ഉദാഹരണമാണ് എന്നാണ് പറഞ്ഞത്. ഇനി അഡ്വേർബ് ക്ലൗസിന്റെ ഉദാഹരണം നോക്കൂ. ഷീ ഈസ് ഹാപ്പി ബിക്കോസ് ഷി ഗോട്ട് എ ഗിഫ്റ്റ് ഫ്രം ഹെർ ഫ്രണ്ട്. അവൾ സന്തോഷവതിയാണ്, കാരണം എന്തേ? ബിക്കോസ് ഷി ഗോട്ട് എ ഗിഫ്റ്റ് ഫ്രം ഹെർ ഫ്രണ്ട്. ഈ ഒരു ഭാഗം ഷി ഗോട്ട് എ ഗിഫ്റ്റ് ഫ്രം ഹെർ ഫ്രണ്ട് എന്ന ഭാഗം, ബിക്കോസ് ഷി ഗോട്ട്, ഈ ഒരു ഭാഗം, രണ്ടാമത്തെ ഈ ഒരു ഭാഗം അഡ്വേർബിയൽ ക്ലൗസ് ആണ്. കാരണം അത് ഓൾറെഡി ക്ലൗസ് ആണ്. അതോടുകൂടെ ഷീ ഈസ് ഹാപ്പി എന്നതിലെ ആ ഒരു വേർബിനെ, അവൾ ഹാപ്പി ആണ് എന്ന ആ ഒരു ഈസ് എന്ന തലത്തെ വിശദീകരിക്കാൻ വേണ്ടി, വിശേഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ സെന്റൻസ് ആണ് ഈ ഭാഗം. അതുകൊണ്ട് അത് അഡ്വേർബിയൽ ക്ലൗസ് ആണ് എന്ന് മനസ്സിലാക്കുക. ചുരുക്കി പറഞ്ഞാൽ നൗൺ ക്ലൗസ് ആയാലും അഡ്ജക്റ്റീവ് ക്ലൗസ് ആയാലും അഡ്വേർബിയൽ ക്ലൗസ് ആയാലും അവയൊക്കെ സബോർഡിനേറ്റ് ക്ലൗസ് ആയി മാറും എന്നാണ് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കൂ, നമ്മൾ പറയുന്നത് കോംപ്ലക്സ് സെന്റൻസിനെ സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റുന്നതിന്റെ ഉദാഹരണമാണ് പറയുന്നത്. വൈൽ വി വെയർ വാക്കിംഗ് ടു അവർ സ്കൂൾ വി മെറ്റ് അവർ ആൻഡ്. ഇവിടെ വൈൽ വി വെയർ വാക്കിംഗ് ടു അവർ സ്കൂൾ, നമ്മൾ സ്കൂളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കെ നമ്മൾ നമ്മുടെ ആന്റിനെ കണ്ടു. ഇവിടെ കോംപ്ലക്സ് സെന്റൻസ് ആണ്. കാരണം ഒരു മെയിൻ ക്ലൗസ് ഉണ്ട്, അതോടൊപ്പം ഒരു സബോർഡിനേറ്റ് ക്ലൗസ് ഉണ്ട്. അതേ സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റിയത് നോക്കൂ. വാക്കിംഗ് ടു അവർ സ്കൂൾ, നമ്മുടെ സ്കൂളിലേക്ക് നടന്നുകൊണ്ടിരിക്കെ. ഇവിടെ സബ്ജക്റ്റും പ്രഡിക്കേറ്റ് ഒക്കെ പറഞ്ഞിട്ടുള്ള സ്വയം നിലനിൽക്കാൻ സാധിക്കാത്ത ഒരു സെന്റൻസ് ആയതിനാൽ അത് സബോർഡിനേറ്റ് ക്ലൗസ് ആയിരുന്നു. എന്നാൽ താഴെ വാക്കിംഗ് ടു അവർ സ്കൂൾ എന്ന സബ്ജക്റ്റോ പ്രഡിക്കേറ്റോ ഇല്ലാത്തതിനാൽ അത് കേവലം ഒരു ഫ്രേസ് മാത്രമായതിനാൽ ഈ ഒരു സെന്റൻസിൽ വി മെറ്റ് ഓർ ആൻഡ് എന്ന ഒരു മെയിൻ ക്ലൗസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സിമ്പിൾ സെന്റൻസ് ആണ്. അഥവാ വൈൽ വി വെയർ വാക്കിംഗ് ടു അവർ സ്കൂൾ എന്ന ഭാഗത്തെ വാക്കിംഗ് ടു അവർ സ്കൂൾ എന്ന ഫ്രേസ് ആക്കി മാറ്റിക്കൊണ്ടാണ് കോംപ്ലക്സ് സെന്റൻസിനെ സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റിയത്. ഇനി കോമ്പൗണ്ട് സെന്റൻസിനെ കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റുന്നതിനെ കുറിച്ചാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്.
അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ആക്കുകയും ചെയ്യുക. നോക്കൂ, എ കോമ്പൗണ്ട് സെന്റൻസ് ഹാസ് ടു or main clauses and a complex sentence has a main clause and one or more subordinate clause. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ക്ലോസ് രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസുകളുള്ള സെന്റൻസ് ആണ് കോമ്പൗണ്ട് സെന്റൻസ്. കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ക്ലോസും അതിലധികമോ ആയിട്ടുള്ള സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടെങ്കിൽ അതിനെ കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയും. മാറ്റിയത് നോക്കൂ, യു മസ്റ്റ് ഒബേ മൈ വേർഡ്സ് or you will be punished. ഇതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ് അല്ലെ, കാരണം യു മസ്റ്റ് ഒബേ മൈ വേർഡ്സ് ഇതൊരു മെയിൻ ക്ലോസ് ആണ്. നോക്കൂ, യു വിൽ ബി പണിഷ്ഡ് ഇതും മെയിൻ ക്ലോസ് തന്നെയാണ്. അങ്ങനെ രണ്ട് മെയിൻ ക്ലോസുകൾ ചേർന്നപ്പോൾ കോമ്പൗണ്ട് സെന്റൻസ് ആയി. അതിനെ കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റിയത് നോക്കൂ, ഇഫ് യു ഡോണ്ട് ഒബേ മൈ വേർഡ്സ്, നീ എന്റെ വാക്കുകൾ അനുസരിച്ചില്ലെങ്കിൽ അതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഇഫ് യു ഡോണ്ട് ഒബേ മൈ വേർഡ്സ്, നീ എന്റെ വാക്കുകൾ അനുസരിച്ചില്ലെങ്കിൽ അതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. യു വിൽ ബി പണിഷ്ഡ് ഇതൊരു മെയിൻ ക്ലോസ് ആണ്. അങ്ങനെ സബോർഡിനേറ്റ് ക്ലോസും മെയിൻ ക്ലോസുമായി മാറുമ്പോൾ, ഒരുമിച്ച് ചേരുമ്പോൾ അത് കോംപ്ലക്സ് സെന്റൻസ് ആയി മാറുന്നു എന്നതാണ് ആ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്ത ഭാഗത്ത് കോംപ്ലക്സ് സെന്റൻസിനെ കോമ്പൗണ്ട് സെന്റൻസ് ആക്കി മാറ്റുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. കോംപ്ലക്സ് സെന്റൻസിനെ കോമ്പൗണ്ട് സെന്റൻസ് ആയി മാറ്റുന്നു. നോക്കൂ, അൺലെസ് യു സ്റ്റാർട്ട് അറ്റ് വൺസ്, ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് തന്നെ നീ ആരംഭിച്ചില്ലെങ്കിൽ യു വിൽ ബി ലേറ്റ്, നീ വളരെ ലേറ്റായി, നീ ആദ്യം മുതലേ തുടങ്ങുക, അല്ലെങ്കിൽ വളരെ വൈകിപ്പോകും. യു സ്റ്റാർട്ട് അറ്റ് വൺസ് അതർവൈസ് യു വിൽ ബി ലേറ്റ്. ഇവിടെ നോക്കൂ, ഒരു കോമ്പൗണ്ട് രണ്ട് മെയിൻ ക്ലോസുകളാക്കി മാറ്റി, അതിനെ രണ്ട് മെയിൻ ക്ലോസുകളാക്കി മാറ്റി. ആദ്യം പറഞ്ഞെടുത്ത് ഒരു മെയിൻ ക്ലോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിനു മുമ്പ് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ആ സബോർഡിനേറ്റ് ക്ലോസിനെ ഒരു മെയിൻ ക്ലോസ് ആക്കി മാറ്റി. അൺലെസ് യു സ്റ്റാർട്ട് വൺസ് എന്ന സബോർഡിനേറ്റ് ക്ലോസിനെ യു സ്റ്റാർട്ട് അറ്റ് വൺസ് എന്ന മെയിൻ ക്ലോസ് ആക്കി മാറ്റിയപ്പോൾ സെന്റൻസിൽ രണ്ട് മെയിൻ ക്ലോസുകൾ ഉണ്ടായി. രണ്ട് മെയിൻ ക്ലോസുകൾ ഉണ്ടായപ്പോൾ അതെന്തായി മാറി? ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആയി മാറി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ രൂപത്തിൽ സിമ്പിൾ സെന്റൻസിനെ കോംപ്ലക്സിലേക്ക്, കോമ്പൗണ്ടിലേക്ക്, കോംപ്ലക്സ് സെന്റൻസിനെ സിമ്പിൾ സെന്റൻസിലേക്ക്, കോമ്പൗണ്ടിലേക്ക്, അങ്ങനെ പരസ്പരം ഏത് രീതിയിൽ അർത്ഥമാറ്റം സംഭവിക്കാതെ മാറ്റുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസസ് എന്ന് നമുക്ക് വിളിക്കാം. അതേ രൂപത്തിൽ നമുക്ക് ഇനി സെന്റൻസുകളുടെ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗമാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്ന ഭാഗം. ഇംഗ്ലീഷിൽ സെന്റൻസുകളെ, സാധാരണ സെന്റൻസുകളെ 3 തരത്തിൽ പറയാറുണ്ട്. ഒന്ന് പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്നിങ്ങനെ 3 തരത്തിൽ പറയാറുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഉദാഹരണങ്ങൾ നോക്കൂ. ടോം ഈസ് എ ടോൾ ബോയ്. ടോം ഒരു ടോൾ ബോയ് ആണ്, ടോൾ ബോയ് ആണ് എന്ന് പറയുന്നു. ഇവിടെ ആദ്യം പറഞ്ഞ സെന്റൻസ് ടോം ഒരു നീളമുള്ള കുട്ടിയാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തെ ഉദാഹരണം നോക്ക്, ജിം ഈസ് എ ടോളർ ബോയ് ദാൻ ബ്രയാൻ. ജിം എന്ന കുട്ടി ബ്രയാൻ എന്ന കുട്ടിയേക്കാൾ നീളമുള്ളതാണ്. ഇവിടെ ജിം ബ്രയാനിനേക്കാൾ എന്നൊരു കമ്പയർ ചെയ്യൽ ഈ രണ്ടാമത്തെ ഉദാഹരണത്തിലുണ്ട്. ആദ്യത്തെ ഉദാഹരണത്തിൽ അങ്ങനെയില്ല. ടോം ഒരു ടോൾ ബോയ് ആണ് എന്ന ഒരു പോസിറ്റീവ് ഡിഗ്രി, ഒരു പോസിറ്റീവായ ഒരു സെന്റൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ. രണ്ടാമത്തേൽ ഒരു കമ്പയറിങ് അവിടെ കാണാം. അവനേക്കാൾ ഇവൻ നീളമുള്ളതാണ് എന്ന ഒരു കമ്പാരിസൺ ആണ് അവിടെ കാണുന്നത്. എന്നാൽ മൂന്നാമത്തെ ഉദാഹരണം നോക്കൂ, ഹെൻറി ഈസ് ദ ടോളസ്റ്റ് ഓഫ് ഓൾ ദ ബോയ്സ്. അവിടെയുള്ള എല്ലാ കുട്ടികളെക്കാളും ഏറ്റവും നീളമുള്ള കുട്ടി ഹെൻറിയാണ്. അവിടെയുള്ള മുഴുവൻ കുട്ടികളെക്കാളും നീളമുള്ള കുട്ടി ഹെൻറിയാണ്. ഇതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്, ഏറ്റവും നീളമുള്ള എന്ന ഒരു അർത്ഥത്തെ സൂചിപ്പിക്കാൻ. ഈ രൂപത്തിൽ ഇംഗ്ലീഷിലെ കമ്പാരിസൺസ് ചെയ്യുന്ന സെന്റൻസുകൾ 3 തരത്തിൽ വരും. അല്ലെങ്കിൽ ഇത്തരം ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന ഭാഗത്ത് നമുക്ക് 3 തരം സെന്റൻസുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഒന്ന് പോസിറ്റീവ് ഡിഗ്രിയെ കുറിച്ച്. പോസിറ്റീവ് ഡിഗ്രി ശരിക്കും അവിടെ നമ്മൾ കമ്പാരിസൺ എന്നൊരു ഭാഗം കാണുന്നില്ല, മറിച്ച് ഇവൻ നീളമുള്ള ആളാണ് എന്ന് പറയുന്നുവെന്നേ ഉള്ളൂ. അവനേക്കാൾ നീളമുള്ള എന്നൊരു വിശേഷണം അവിടെ ഇല്ല. അതേസമയം അവനേക്കാൾ നീളമുള്ള എന്ന് പറയുമ്പോൾ അത്
കമ്പാരറ്റീവ് ഡിഗ്രിയാണ്. അതേസമയം അവിടെയുള്ള എല്ലാവരെക്കാളും എന്ന് പറയുമ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. സെന്റൻസുകൾ ഈ തരത്തിൽ 3 തരത്തിൽ ഇംഗ്ലീഷിൽ വരാറുണ്ട്. എന്നാൽ നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുന്നത്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്, ഇങ്ങനെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ പറഞ്ഞ ഒരു സെന്റൻസിനെ നമുക്ക് അർത്ഥമാറ്റം സംഭവിക്കാതെ കമ്പാരറ്റീവ് ഡിഗ്രിയിലേക്കും പോസിറ്റീവ് ഡിഗ്രിയിലേക്കും ഒക്കെ മാറ്റാൻ പറ്റും എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. നോക്കൂ, ഗോവ ഈസ് ദ സ്മോളസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇവിടെ നോക്കൂ, ഗോവ ഈസ് ദ സ്മോളസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഗോവ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ആണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അങ്ങനെ പറയാൻ കാരണം ഇന്ത്യയിലുള്ള മുഴുവൻ സ്റ്റേറ്റുകളെക്കാളും ചെറുത് എന്ന ഒരു സ്മോളസ്റ്റ് എന്നൊരു പദം ചേർത്തുകൊണ്ട് അതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലായിട്ടാണ് ആ സെന്റൻസ് പറഞ്ഞിട്ടുള്ളത്. അതിനി കമ്പാരറ്റീവ് ഡിഗ്രി ആകുമ്പോൾ മറ്റൊരു സ്റ്റേറ്റിനേക്കാൾ എന്ന തരത്തിൽ പറയുമ്പോഴാണ് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ പറയുക എന്ന് പറയുന്നത്. നോക്കൂ, ഗോവ ഈസ് സ്മോളർ ദാൻ എനി അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള മറ്റേത് സ്റ്റേറ്റിനേക്കാളും. അങ്ങനെ ഒരു കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് അതേ സെന്റൻസിനെ അതേ അർത്ഥത്തിൽ തന്നെ പറയുന്ന രൂപത്തിൽ സെന്റൻസ് മാറ്റുമ്പോൾ അത് കമ്പാരിറ്റീവ് ഡിഗ്രിയിലായി മാറി. ഇനി അതേ സെന്റൻസിനെ തന്നെ മറ്റൊരു കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റിയത് നോക്കൂ, ഗോവ ഈസ് സ്മോളർ ദാൻ മോസ്റ്റ് അതർ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റുകളെക്കാൾ ചെറിയതാണ് ഈ ഗോവ എന്ന് പറയുന്നത്. ഇനി അതേ സെന്റൻസിനെ തന്നെ പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റിയത് നോക്കൂ, മോസ്റ്റ് അതർ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ആർ നോട്ട് ടു സ്മോൾ ആസ് ഗോവ. ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകൾ ഗോവയെ പോലെ ചെറുതല്ല. അപ്പോൾ ഗോവ ചെറുതാണ്, മറ്റു സ്റ്റേറ്റ്സുകളൊക്കെ വലുതാണ് എന്നൊരു പോസിറ്റീവ് ഡിഗ്രിയിലാണ് സെന്റൻസ് കിട്ടുന്നത്. ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള സെന്റൻസിനെ പോസിറ്റീവ് കമ്പാരറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാം, പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാം. അതിന്റെ ഈ രൂപത്തിലുള്ള ഏതാനും ഉദാഹരണങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറയുന്ന ഭാഗമായതിനാൽ അങ്ങനെയുള്ള ഏതാനും ഉദാഹരണങ്ങൾ പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറയുമ്പോൾ ഈ രൂപത്തിലൊക്കെ ഒരു തരത്തിലുള്ള സെന്റൻസിന് അർത്ഥമാറ്റം വരാതെ മറ്റൊരു സ്ട്രക്ചറിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. അതിന്റെ വിവിധ ഉദാഹരണങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. താങ്ക് യു.